ഞാനത് നമുക്ക് കുത്തിയിരുന്ന് എഴുതാനൊന്നും ഒക്കത്തില്ല കുട്ടി. അന്നും കുത്തിയിരുന്ന് നമ്മൾ എഴുതിയതല്ല. ഒരു തിരക്കഥ പേപ്പറിലാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമാണോ? നെറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം 3 സിനിമ, 4 സിനിമ, 5 സിനിമ. ഇവിടുന്ന് സിനിമയൊക്കെ 2 പടം എറണാകുളത്ത് ഷൂട്ട് ചെയ്തിട്ട് നേരെ ആലപ്പുഴ പോയി 2 സിനിമ. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി 1 സിനിമ. അത് കഴിഞ്ഞ് അവിടുന്ന് വെളുക്ക ഓടി വരിക. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തു. അതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എനിക്കിപ്പോൾ അത്ഭുതമാണ്. എനിക്ക് കൂടെ പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ ഒപ്പം കളിക്കുന്ന പിള്ളേരെയോ കാണാനായിട്ട് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കുട്ടികൾ താല്പര്യം കാണിക്കുന്നത്. ഇത് എൻ്റെ അമ്മയെ കാണാൻ പോകാനാണ്. അവൻ്റെ മോന് അമ്മണിയെ കാണാൻ പോവാം, അമ്മണിയുടെ വീട്ടിൽ പോവാം, അമ്മണിയെ കാണാൻ പോവാം. അതാണ് അവൻ പറയുന്നത്. അവിടെ നിൽക്കുന്നത് പാവാടെ ഹാഫ് സാരിയും പട്ടിന്റെ ഇവിടുത്തെ അമ്മ 2 വശം തലയൊക്കെ പിന്നിത്തരും, വലിയ ജിമിക്കൊക്കെ ഇട്ട് നടക്കുമ്പോൾ എല്ലാവരും വിദേശികളൊക്കെ ഞങ്ങളെങ്ങനെ നോക്കും, ഇതെന്ത് സംഗതി ഇത്. എന്നെക്കാൾ വളരെ ഫോർവേഡാണ് എൻ്റെ മോള്. അവര് വലിയ വലിയ സംഭവങ്ങളാക്കി എടുക്കാറില്ല പല കാര്യങ്ങളും. അമ്മ വിടമ്മ ഇതൊക്കെയാണ് വലിയ സംഭവം, അതൊക്കെ ചുമ്മാ ഇരിക്കുക. ആൾക്കാർ അത് മറന്നിട്ട് അവരുടെ പണി നോക്കി പോയി കാണും. എന്നിട്ട് പോയതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അങ്ങോട്ട് ചെയ്തപ്പോൾ മണി ഒരു 10:30 ആയി കാണും. അമ്മ അങ്ങനെ പറയും. ഇന്നും അങ്ങനെ തന്നെ പറയുന്നു. എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നിങ്ങളോട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയാളത്തിന് പകരം വെക്കാനില്ലാത്ത സൂപ്പർ സ്റ്റാർ ഉർവശി ചേച്ചിയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം ചേച്ചി. ഞാൻ വായിച്ചിട്ടുണ്ട്, കുഞ്ഞാറ്റ ജനിച്ച സമയത്ത് ചേച്ചി ഭയങ്കര പോസസീവ് അമ്മയായിരുന്നു, അവളെ ആരും അങ്ങനെ തുടരുത് അല്ലേ, കൂടെ കൊണ്ടുപോകുന്നു. അപ്പം ആ മോൾക്ക് ശേഷം പിന്നെ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് മോൻ ഉണ്ടാവണം. അപ്പൊ എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു അമ്മയാണല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു? ഇതേ പോസസീവ്നെസ് അന്നേരം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത് തന്നെ. അതിന് ഒരു മാറ്റവും ഇല്ല. അവനെയും അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യില് കൊടുക്കൂല. കുഞ്ഞിനെ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. ശിവൻ ചേട്ടൻ അതെന്നോട് പറഞ്ഞു. ഞാൻ മോന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 2 പേരും മകനെ ജോലിക്കാരെ കൊടുത്ത് വളർത്തിയിട്ടില്ല. അവൾക്ക് പോകുമ്പോൾ ഞാനുണ്ടാവും, ഞാൻ പോകുമ്പോൾ പക്ഷേ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മോളെയും അതുപോലെ കൊണ്ടുവിടുന്ന വളർത്തിയത്. കാരണം നല്ലോണം നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ജോലി ചെയ്യുന്നവരായിരുന്നു. നമ്മൾ കുറച്ച് പറയുകയല്ല. കാരണം എത്രയോ പേര് ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ വീട്ടിലെ കുട്ടികളിൽ അവരാണ് നോക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെ അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോഴും കൊണ്ടു നടന്ന് ഞങ്ങളെ ബന്ധുക്കളും അമ്മൂമ്മമാരും അവരൊക്കെയാണ് വളർത്തിയത്. അപ്പം എൻ്റെ മോനെ കുളിപ്പിച്ചതും എല്ലാം ഞങ്ങൾ തന്നെ. എൻ്റെ മോളെയും കുളിപ്പിച്ചതും ഒക്കെ ഞാൻ തന്നെ. ആരുടെ കയ്യിലും കൊടുത്ത് കുളിപ്പിക്കാൻ പോലും ഞാൻ കൊടുത്തിട്ടില്ല. നമ്മൾ കാണുന്ന ഉർവശി അവാർഡൊക്കെ വാങ്ങിച്ച് ഇത്രയും വലിയ നടി, അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? സ്വാഭാവികമായിട്ടും അങ്ങനെയേ അല്ല. ചോറ് കൊടുക്കുന്നതും എല്ലാം അവരുടെ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു. ബാത്റൂമിൽ പോലും പോകുമ്പോൾ ആ തുണി മാറ്റാൻ പോലും ഒരു ജോലിക്കാരെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അവരെ കൊണ്ട് നനപ്പിക്കത്തില്ല. ഞാൻ തന്നെ കഴുകി ഉണക്കിയിടും, അല്ലെങ്കിൽ ചേട്ടൻ കഴുകി ഉണക്കിയിടും. കാരണം അവർക്ക് അതിന് ഒരു അറപ്പ് തോന്നാൻ പാടില്ല. കാരണം ഞാൻ നോക്കിയപ്പം ചെന്നൈയിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് അത് കരയുന്നുണ്ടോ, തൊട്ടിലിൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് ഇരിക്കത്തേ ഉള്ളൂ. കരയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ചേട്ടനെ വിളിക്കും. 2 മക്കളുണ്ടായപ്പോഴും ചേച്ചി അവർക്ക് വേണ്ടി കരിയറിനെ അങ്ങ് മാറ്റി നിർത്തി അല്ലേ? അത് പ്രത്യേകിച്ച് ചേച്ചിയെ പോലെ ഇത്രയും റോൾസും ഇത്രയും അഭിനയം ഇതുള്ള നടി അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്താ പറയുക, ഞങ്ങള് പക്ഷേ ഓരോ തിരിച്ചുവരവിലും അതിശക്തമായ കഥാപാത്രങ്ങളിലേക്കാണ് ഉർവശി എന്ന നടി പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സിനിമയിൽ നായികാ പ്രാധാന്യം കുറയുന്നു, നായികമാർക്ക് കാലമില്ല എന്ന് പറയുന്നിടത്തും ഉർവശി എന്ന് പറയുന്ന വീണ്ടും ഈ ജഗദമ്മ ആയാലും ഉള്ളൊഴുക്കായാലും ചേച്ചിക്ക് വേണ്ടി കഥാപാത്രങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ്. തമിഴിലായിക്കോട്ടെ, ഏത് ലാംഗ്വേജിലായിക്കോട്ടെ. അതെന്താന്ന് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? അങ്ങനെ എന്തോ ഞാൻ എന്തോ ഒരു ഗുരുത്വം, നമ്മുടെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം എന്ന് വേണം പറയാൻ. എല്ലാ കാലങ്ങളിലും എൻ്റെ ഡയറക്ടേഴ്സും എൻ്റെ റൈറ്റേഴ്സും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആരുടെയും നിഴലിൽ നിന്ന് ഒരു നടിയാണ് അങ്ങനെ ഒരു പേര് എനിക്ക് ഒരു ലാംഗ്വേജിലും ഉണ്ടായിട്ടില്ല. ഇന്ന നായകൻ്റെ കൂടെ കുറേ പടങ്ങളിൽ അഭിനയിച്ചത് കൊണ്ട് ഒരു നടിയായിട്ട് നിലനിന്നു എന്നെ ആരും പറയാറില്ല. അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യം. നമ്മൾ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് അവരുണ്ടായിരുന്നെങ്കിൽ ആ റോള് നന്നായേനെ എന്ന് പറയിപ്പിക്കുക എന്നുള്ളിടത്താണ് വലിയൊരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഓർക്കും KPSC ലളിതാന്ന നടി, നെടുമുടി വേണുവിനെ ഓർക്കും. പക്ഷെ അവരുണ്ടായിരുന്നെങ്കിൽ ആ റോള് സൂപ്പറായനെന്ന് ഓർക്കും. ആ പേരല്ലേ വലിയ കാര്യം. അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, ആ സ്റ്റാർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആര് പറയുന്നു? അതിൽ കാര്യമില്ല. ടൈറ്റിൽ ഉണ്ടാക്കുന്ന എളുപ്പമാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇപ്പം ശിവൻ ചേട്ടൻ കഥയും തിരക്കഥയും എഴുതിയാണ് ജഗദമ്മ വരുന്നത്. ശിവൻ ചേട്ടന് മുന്നേ ഞങ്ങൾക്കൊരു റൈറ്റർ ഉണ്ടായിരുന്നു, ഉത്സവ പിറ്റേന്നും പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടും ഒക്കെ എഴുതി ഉർവശി. എന്തുകൊണ്ടാണ് ചേച്ചി പിന്നെ പേന അങ്ങ് അടച്ചു വെച്ചത് 2 സിനിമയ്ക്ക്? ഞാനത് നമുക്ക് കുത്തിയിരുന്ന് എഴുതാനൊന്നും ഒക്കത്തില്ല കുട്ടി. അന്നും കുത്തിയിരുന്ന് നമ്മൾ എഴുതിയതല്ല.
ഒരു തിരക്കഥ പേപ്പറിലാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമാണോ? ആണോന്ന്. അതെ. അന്ന് ഇതുപോലെയുള്ള 2 മണിക്കൂർ 10 മിനിറ്റ് ഒന്നുമല്ല, 2.5 മണിക്കൂർ 2.25 മണിക്കൂറുണ്ട് പടം. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മൾ ഡയറക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് അതേപോലെ പകർത്താൻ ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും വേണം. നമ്മൾ പറഞ്ഞതിനേക്കാൾ അല്ല പഠിപ്പും തൊങ്ങലും വെച്ച് നന്നാക്കാൻ ഒരാൾ വേണം. അപ്പൊ എല്ലാ കാലത്തും അതുണ്ടാവും. പിന്നെ പറയുന്ന ഇങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് മോഡേണായിട്ട് ഒരു ചിന്താഗതി ഉള്ളവർക്ക് അത്തരം കഥകൾ പെട്ടെന്നുണ്ടാവും. ഞാനൊക്കെ കുറെ പഴയ മനസ്സുള്ള ആളാണ്. എങ്കിലും ഇപ്പോഴും കഥകളുണ്ടോ ചേച്ചിയുടെ മനസ്സിൽ? ഒരുപാട്. തീർച്ചയായിട്ടും വരുമല്ലോ, എല്ലാ ആർട്ടിസ്റ്റുകളുടെയും മനസ്സിലുണ്ടല്ലോ. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും മനസ്സിൽ ഒരു കഥയുണ്ടാവും. സിനിമ കാണുന്നവരുടെ മനസ്സിൽ എത്രയോ കഥകൾ ഉണ്ടാവില്ലേ. കഥകളുണ്ടാവുന്ന വലിയ കാര്യമില്ല, പക്ഷെ തിരക്കഥയാക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഒരു സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നിർമ്മാതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഉർവശി നിർമ്മാതാവിൻ്റെ റോളിലേക്ക് വരുന്നു ചേച്ചി. അപ്പം ശരിക്കും അഭിനയിക്കുന്നു, നിർമ്മാണം ചെയ്യുന്നു, ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിർമ്മാതാവിൻ്റെ റോള് തന്നെയാണെന്നാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ട് ജഗദമ്മ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ? അത് കഥ പറഞ്ഞു വന്നപ്പം നമ്മുടെ സുഹൃത്തുക്കളും ഒത്തിരി പേര് പറഞ്ഞു ഇതൊരു സിനിമയാക്കിക്കൂടെ. കാരണം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ അവർ ചൂടാറുന്നതിന് മുമ്പ് ഒരു സിനിമയാക്കാം. അപ്പം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വിശ്വാസമുള്ള ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രൊഡ്യൂസറെ തേടി പോകണ്ടല്ലോ. അപ്പൊ അതിനൊരു വിശ്വാസക്കുറവെന്നല്ലേ ഇതിനർത്ഥം. അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ തോന്നി. പിന്നെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു നിർമ്മാതാവിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനെന്ന് പറയുന്നു എൻ്റെ വീട്ടിലുള്ള ഏർപ്പാടുകളേ അല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ 2 ചേച്ചിമാരെയും ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും അഭിനയിപ്പിക്കാം. അങ്ങനെ ഒരു സമ്പ്രദായമേ ഞങ്ങളുടെ കുടുംബത്തിലല്ല. അതെ. ഇപ്പം കുടുംബത്തെക്കുറിച്ചും ചേച്ചിമാരെക്കുറിച്ചും ഒക്കെ പറയുമ്പം ചേച്ചി ഇപ്പം എഴുതും, ഞങ്ങളെപ്പോലെ ഹോസ്റ്റ് ചെയ്യും, അഭിനയിക്കും, നിർമ്മാണം ചെയ്യും. ഇതിനെയൊക്കെ അപ്പുറത്തേക്ക് ഇതിനെല്ലാം ഒരു കഴിവ് വരുന്ന ഒരാൾ അമ്മയാണ്. കാരണം എനിക്ക് തോന്നുന്നു അമ്മ അന്നേ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ട്, നാടകത്തിലുണ്ട്. അത്രയും എനിക്കൊന്ന് കൽപ്പന ചേച്ചിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൽപ്പന ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അമ്മയുടെ അത്രയും ഹ്യൂമർ സെൻസ് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പം ആ ഒരു കഴിവ് തന്നെ ആയിരിക്കും അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. എൻ്റെ അമ്മ സുന്ദരമായിട്ട് ഹാസ്യം എഴുതും. ഞങ്ങൾ മുൻപ് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ അമ്മ എഴുതിത്തരുന്നപ്പോൾ ഇതൊക്കെ സംഗതികളെ പെർഫോം ചെയ്യുന്നത്. ഒന്നാന്തരമായിട്ട് എഴുതും. നല്ല ലാംഗ്വേജാണ്. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കും. അമ്മ ഈ കോമഡി കഥകൾ, വേളൂർ കൃഷ്ണൻകുട്ടി അവരുടെയൊക്കെ കഥകൾ വായിച്ച് കേട്ട് ഞങ്ങൾ ചുറ്റിനെ ഇരിക്കും. എത്രയോ കഥകൾ. തെങ്ങനായുടെ അഖിലേന്ത്യാ പര്യടനം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, വേളൂർ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ളതാണ്. അപ്പൊ ആ കഥ അമ്മ വായിക്കും. തെങ്ങണ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം. ഇന്ദ്രൻ ചേട്ടനെ പോലെ, പഴയ ഇന്ദ്രൻ ചേട്ടൻ, ഇന്ദ്രൻസിന്റെ അതേപോലത്തെ അപ്പിയറൻസ് ഉള്ള ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. കാരണം കൊടക്കമ്പി പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ. അത് ഉപമാലങ്കാരമാണ്. ഉപമ പറഞ്ഞിട്ടാണ് ആ കഥ മുഴുവനും. അയാൾ ഇന്നതുപോലെ ഇരുന്നു, ഇങ്ങനെ കിടന്നു, അങ്ങനത്തെ രീതിയിൽ എഴുതും. ഒരു റാവട്ടത്തിന് ചുരുണ്ട് കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആ ഒരു അമ്മയുടെ പെരുമാറ്റവും അമ്മയുടെ രീതികളുമാണ് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അതെ. പെരുമാറ്റവും രീതികളും മാത്രമല്ല, അമ്മ വളർത്തിക്കൊണ്ട് വന്നതെല്ലാം സ്റ്റാർസ് ആണ് വീട്ടിൽ നിന്ന് ഇല്ലേ. പക്ഷെ ഒരിക്കൽ പോലും ഇന്ന് വരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെക്കുറിച്ച് ഒരു പരാതി, സിനിമയിലൊന്ന് വൈകി വന്നെന്നോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരായിട്ടാണ്. ഇപ്പം ഉർവശി ആയിക്കോട്ടെ, കൽപ്പന, കലാരഞ്ജിനി, ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് അവരെക്കുറിച്ച് ഒരു പരാതി. ചേച്ചി 4 പതിറ്റാണ്ടുകൾക്കപ്പുറവും നിൽക്കുമ്പോൾ അത് അമ്മയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, നമ്മളെല്ലാം നോക്കി പഠിക്കേണ്ട ഒരു ശക്തി എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം ഒരിക്കൽ പോലും ആർക്കും കാരണം താമസിച്ച് വരുന്നെന്നോ അല്ലെങ്കിൽ അവരങ്ങനെ ഒന്നുമില്ല അല്ലേ. താമസിച്ച് വന്നപ്പോൾ കാരണം ഇപ്പോഴൊക്കെ അറിയാം, കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പം നമ്മൾ നേരത്തെ പണ്ടൊക്കെ ഈ ടൈമിംഗ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നൊരു രീതിയായിരുന്നു എനിക്കൊക്കെ. അത്രയും ഹെൽത്ത് ഇഷ്യൂസും അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഡേ നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം 3 സിനിമ, 4 സിനിമ, 5 സിനിമ. ഇവിടുന്ന് സിനിമയൊക്കെ 2 പടം എറണാകുളത്ത് ഷൂട്ട് ചെയ്തിട്ട് നേരെ ആലപ്പുഴ പോയി 2 സിനിമ. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി ഒരു സിനിമ. അത് കഴിഞ്ഞ് അവിടുന്ന് വെളുക്ക ഓടി വരിക. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തു. അതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എനിക്കിപ്പോൾ അത്ഭുതമാണ്. എനിക്ക് റോഡുകളൊന്നും ഇത്രയും സൗകര്യം ഇല്ലാത്തൊരു സമയത്താണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ മോളൊക്കെ ആയതിനു ശേഷം ഞാൻ തീരുമാനിച്ചു കുറേ അൺടൈമിൽ ഞാൻ വർക്ക് ചെയ്യില്ല. അതുപോലെ വളരെ ഏർലി ആയിട്ട് ഞാൻ വരില്ല. 9 മണി ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു 6 മണിക്ക് കഴിയുന്നതും വിടുക. അങ്ങേയറ്റം 8 മണി.
എന്ന് പറയുന്നത്. പക്ഷെ ആരും ഈ പറഞ്ഞതുപോലെ അത് ഒരു കാലഘട്ടത്തിന് ശേഷമാണ്, പീക്ക് ടൈമിൽ നിവർത്തിയില്ല. എല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്നൊന്നും ഈ ഇതുപോലെ ക്യാരവാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇന്ന് വരെ ഉർവശി ഒരു പരാതി പറഞ്ഞ കൽപ്പന ചേച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു ചേച്ചി ബേസിവിൽ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ വേറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊരു അഡ്ജസ്റ്റ്, അതെനിക്ക് ആ വളർത്തേന്റെ ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം അമ്മ പറയും, അച്ഛന് സ്വന്തം ട്രൂപ്പ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ അല്ലാതെ അമ്മ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ജോലിയും ഉണ്ടായിരുന്നു ആകാശവാണിയിൽ. പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു വേറെ. അമ്മ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ബിസിയാണ്. പക്ഷെ ഒരിക്കലും അമ്മ മുഖം മുറിച്ച് ആരോടും സംസാരിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. അതല്ലെങ്കിൽ ഇത്രയും തിരക്കിനിടയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കയർക്കുകയോ ശകാരിക്കുകയോ ഞങ്ങളെ ഇങ്ങനൊന്നും അടിച്ചിട്ടില്ല എൻ്റെ അമ്മ. ഒരു വഴക്കും അമ്മ പറഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ അമ്മ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അത് നമുക്ക് സഹിക്കാനേ പറ്റത്തില്ല. കാരണം അമ്മയ്ക്ക് അമ്മയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ദേഷ്യം വരും. അതാണ് അതുകൊണ്ട് അച്ഛൻ ഒത്തിരി ദേഷ്യപ്പെടുന്ന ആളാണ്. മൂക്കിൻ്റെ ഇവിടെയാണ് അച്ഛൻ്റെ ദേഷ്യം. പക്ഷെ അമ്മ എന്തെങ്കിലും ഒരിക്കൽ പൊട്ടിത്തെറിച്ച അച്ഛൻ സൈലന്റ് ആണ്. ഒരു രക്ഷയില്ല. കാരണം പിന്നെ എന്താ അമ്മയുടെ മുഖമൊന്നും നമുക്ക് കാണാനേ പറ്റത്തില്ല, അത്ര രീതിയിലാവും. ചിലര് ഈ ഇരുന്നിരുന്നുള്ള ദേഷ്യം വരുന്നതല്ലേ, അതുപോലെ തന്നെ അമ്മ പെരുമാറും. അപ്പൊ അമ്മ പറയും തിരക്കും കാര്യങ്ങളൊക്കെ വേറെ കാര്യം, പക്ഷെ അത് തീർക്കുന്നത് മറ്റു മനുഷ്യരുടെ മേത്തല്ല. അതെ, ഞാൻ എപ്പോഴും നിങ്ങളെ മൂന്നുപേരെയും കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മയുടെ അത്ര സൗന്ദര്യം മൂന്ന് പേർക്കും കിട്ടിയില്ല. ആ ഒരു മൂക്കും അല്ലേ ചേച്ചി, കളറൊക്കെ ആയിട്ട് അമ്മയുടെ അയ്യോ എന്തൊരു ഭംഗി. അതുപോലെ പെരുമാറ്റവും അത്രേ, കൊച്ചുമക്കളെ വരെയും അല്ലെ ആ ഒരു ഡിസിപ്ലിന് വളർത്താൻ അമ്മയ്ക്കായി എന്നുള്ളത്. എന്റെ മോനൊക്കെ കൂടെ പഠിക്കുന്ന പിള്ളേരോ അല്ലെങ്കിൽ ഒപ്പം കളിക്കുന്ന പിള്ളേരെയോ കാണാനായിട്ട് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കുട്ടികൾ താല്പര്യം കാണിക്കുന്നത്. ഇത് എൻ്റെ അമ്മയെ കാണാൻ പോകാനാണ് അവൻ്റെ മോന് അമ്മണിയെ കാണാൻ പോവാം, അമ്മണിയുടെ വീട്ടിൽ പോവാം, അമ്മണിയെ കാണാൻ പോവാം. അതാണ് അവൻ പറയുന്നത്. അവിടെ നിൽക്കുന്നത് അത്രയും അടുപ്പമാണ്. അമ്മണി. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോവുക, അമ്മയുടെ അടുത്ത് പോയി എന്നെ പറ്റി നുണ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ കൂടെ നിന്നാണോ, അതാണ് മോശം സ്വഭാവം മക്കളെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്നെ നോക്കി സത്താനം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ നോക്കി ഗോൾച്ചിയാണെങ്കിൽ അതൊക്കെ. കുഞ്ഞാറ്റയ്ക്കായാലും ശ്രീമയ്ക്കായാലും കലചേച്ചിയുടെ മോനായാലും എല്ലാവർക്കും അമ്മയോടാണ് കൂടുതൽ, സ്വന്തം അമ്മമാരെക്കാൾ അടുപ്പം. തന്നെ അവരുടെ പ്രായത്തിലാവും എൻ്റെ അമ്മ. അപ്പൊ ഞാനൊക്കെ എൻ്റെ അമ്മയെ കണ്ട് പഠിക്കുക. കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വരാതിരിക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് അവരുടെ പ്രായത്തിലേക്ക് ആവുകയല്ലേ. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കുക, എന്നിട്ട് അവരുടെ ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. എന്റെ മോളും അതെ അമ്മണിന്നാ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുള്ളൂ, അമ്മണി അങ്ങനെയുള്ള കാര്യങ്ങൾ. അവർ രണ്ടുപേരും കൂടെ അടുത്ത് തമാശയൊക്കെ. അതെ, ചേച്ചിയിലെ അമ്മ എങ്ങനെയാണ്? എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ഞങ്ങളെ വളർത്തിയ ആ രീതി ഞാൻ അമ്മയായപ്പോ എന്റെ ഉള്ളിലോട്ട് കയറി വരികയാണ്. ലണ്ടനിൽ പോയ എന്റെ മോളോട് മക്കളെ എന്തായാലും നല്ലതായിരിക്കും, ഉറപ്പ്. അല്ല നല്ലതാണ്, പക്ഷെ എല്ലാ കുട്ടികളും അവിടെ നല്ല മോഡേൺ ഡ്രസ്സസ് ഇടുള്ളൂ. മോള് കുഞ്ഞാറ്റ അതൊക്കെ ഇടുള്ളൂ. അപ്പോ പിന്നെ ബാംഗ്ലൂരാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത്, ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത ഡ്രസ്സസ് ഇടും. അപ്പൊ ലണ്ടനിൽ പോയി ഞാൻ പറഞ്ഞു മക്കളെ ഒരു പട്ടുപാവടയും ബ്ലൗസും എടുത്തോണ്ട് പോയോ. അമ്മ എന്തോന്നമ്മ, ലണ്ടനിൽ വന്ന് പട്ടുപാവടയും ബ്ലൗസും എടുത്തോണ്ട് ഞാൻ പോണോ? സത്യമല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളെ അമേരിക്ക കൊണ്ടുപോകുമ്പോ അമ്മ പ്രത്യേകിച്ച് അത് കൊണ്ടുപോകും. അമ്മ പറയുന്ന തിയറി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൊച്ചിലെ അമ്മ നല്ല മോഡേൺ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ അമ്മ പറയുന്നത് അവിടെ അതല്ലേ പുതുമ. ലണ്ടനില് അവര് കാണാത്ത മോഡേൺ ഡ്രസ്സസ് ആണോ നിങ്ങളിപ്പോ ഇനി ഇടാൻ പോകുന്നത്? അവിടെ ചെന്നിട്ട് നല്ല പട്ടുപാവടയും ബ്ലൗസും ഇട്ട് രണ്ട് ഭാഗത്തും തലയൊക്കെ പിന്നിട്ട് ഒരു ഇത്തിരി പൂവൊക്കെ വെച്ചാൽ എല്ലാരും ശ്രദ്ധിക്കും എന്താ ഏത് നാട്ടിലെ ഡ്രസ്സാ. സത്യമല്ലേ? ഞങ്ങൾ അങ്ങനെയാ നടന്നിരുന്നത്. കൊച്ചിലെ പ്രോഗ്രാംസിന് പോകുമ്പം പാവാടയും ഹാഫ് സാരിയും പട്ടിന്റെ ഉടുത്ത് അമ്മ രണ്ടു വശം തലയൊക്കെ പിന്നിത്തരും, വലിയ ജിമ്മിക്കൊക്കെ ഇട്ട് നടക്കുമ്പോൾ എല്ലാവരും വിദേശികളൊക്കെ ഞങ്ങളെങ്ങനെ നോക്കും, ഇതെന്ത് സംഗതി ഇത്, ഒരു പ്രത്യേക ഡ്രസ്സ് ധാവണിയൊക്കെ ഇട്ട് പോകുന്നു. അങ്ങനെ പോയിരുന്നത്. ഉർവശി ചേച്ചിയുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് മഹിളാരത്നം അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യം അവസാനമായിട്ട് പ്രത്യേകിച്ച് താരങ്ങൾ ഞാൻ ആരും 2 കൊലുസ് ഇട്ട് കണ്ടിട്ടില്ല അല്ലേ? 2 സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടായിരുന്നു ചേച്ചിക്ക് അല്ലേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഫോട്ടോ മുഖചിത്രം എന്താ വന്നപ്പോ കാലപ്പോ എല്ലാവരും 2 കൊലുസോ തളയും കൊലുസോ അങ്ങനെയൊക്കെ അന്നേ ഭയങ്കര സ്റ്റൈലായിട്ട്. ഇപ്പൊ കുഞ്ഞാറ്റിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇല്ല, ഞാൻ പറയായിരുന്നു പല കാര്യങ്ങളിലും
നമ്മൾ അമ്മമാരാകുമ്പം ആ ഒരു പഴയ ഇതിലേക്ക് പോകുന്നുണ്ട്. അവൻ ചിലതൊക്കെ പറയുമ്പം എന്നെക്കാൾ വളരെ ഫോർവേഡാണ് എൻ്റെ മോള്. അവര് വലിയ വലിയ സംഭവങ്ങളാക്കി എടുക്കാറില്ല പല കാര്യങ്ങളും. അമ്മ വിടമ്മ, ഇതൊക്കെയാണ് വലിയ സംഭവം, അതൊക്കെ ചുമ്മാ ഇരിക്കുക, ആൾക്കാർ അത് മറന്നിട്ട് അവരുടെ പണി നോക്കി പോയി കാണും, അമ്മ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന് പറയും. അപ്പൊ നമുക്കത് അവരെ കണ്ട് ഞാൻ പഠിക്കുക കുറെ കാര്യം. അതെ, ഇപ്പം മോളും സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുന്നു, ഒരുപാട് കഥകൾ കേൾക്കുന്നു. അപ്പൊ ചേച്ചി എന്താണ് ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് കുഞ്ഞിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഇല്ല, ഇന്നത്തെ ജനറേഷനോട് നമ്മൾ ഇങ്ങോട്ട് ഉപദേശം സ്വീകരിക്കായിരിക്കും നല്ലത്. എനിക്കിപ്പം ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ പോലെ തന്നെ ഒരാൾ നമ്മളോട് അമിത സ്വാതന്ത്ര്യം കാണിക്കാൻ അവസരം നമ്മൾ കൊടുക്കരുത്. പ്രകൃതി നിശ്ചയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അമിത സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരു സ്പേസ് ഒരാൾക്ക് കൊടുത്തിട്ട് അയാൾ അങ്ങനെ പെരുമാറി എന്ന് പറയാൻ ഇടവരുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഒരു മാർജിൻ ഉണ്ടാവുക. അപ്പൊ പിന്നെ നമുക്ക് പറയാം. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ആള് എല്ലാം പറയണം വീട്ടിലെ നിർബന്ധമുണ്ട്. അപ്പോൾ കൽപ്പന ചേച്ചി അതാത് ഡേറ്റ് ഇട്ട് കറക്റ്റ് സമയം എല്ലാം കൃത്യമായിട്ട് പറയും. എന്നിട്ട് പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അങ്ങോട്ട് ചെയ്തപ്പോൾ മണി ഒരു 10 കാണുമ്മ അങ്ങനെ പറയും. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. പക്ഷെ ഇന്ന ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ ചോദിക്കാനുള്ള അവസരം എന്തിനാ കൊടുത്തത് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ചോദിക്കുമായിരിക്കും. നമ്മളതിന് ബില്ലിങ് അല്ല, നമുക്ക് അങ്ങനെ ഒരു ദുസ്വാതന്ത്ര്യം കാണിക്കുന്നതിനോട് താല്പര്യമില്ല എന്നറിയിക്കുക. അതിന് മുകളിലാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉറക്ക പ്രതികരിക്കുക. അവിടെ പിന്നെ പതുങ്ങാൻ നിൽക്കരുത്. അങ്ങനെ തന്നെ വേണം എന്നാൽ ഞങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ പലർക്കും അത് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉറക്കെ തന്നെ പ്രതികരിക്കും. എന്താ എന്നോട് അങ്ങനെ, ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ, ഇന്നും അങ്ങനെ തന്നെ പറയുന്നു, എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നിങ്ങളോട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു അമ്മ ഉണ്ടാക്കി തന്ന, അല്ലെങ്കിൽ ആ ഒരു ധൈര്യമാണ് ചേച്ചി ഇന്നും എന്ത് ചോദിച്ചാലും ചേച്ചിക്ക് വ്യക്തവും കൃത്യമായ മറുപടിയാണ്. പലരും അയ്യോ എനിക്ക് റോള് നഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണ്ട, അങ്ങനെയല്ല. ചേച്ചിയോട് എന്ത് ചോദിച്ചാലും ചേച്ചി ഇപ്പൊ ഹേമ കമ്മിറ്റി ചോദിച്ചപ്പോൾ അന്ന് എല്ലാവരും മടിച്ചു നിന്ന സമയത്തും ചേച്ചിക്കായിരുന്നു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവരെന്ത് ചിന്തിക്കും, അങ്ങനെയല്ല, അതിനുള്ള മറുപടിയും ചേച്ചി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ മൊത്തത്തിൽ? ഇപ്പോൾ സിനിമയിൽ പുറത്ത് എന്തെല്ലാം നടക്കും. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും, നടുറോഡിലായിക്കോട്ടെ, യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, ഓപ്പോസിറ്റ് സെക്സ് എന്ന് നമ്മൾ എന്തിനാ പറയുന്നത്? അതൊരു അട്രാക്ഷൻ ഉണ്ടാവും. അവരുടെ താല്പര്യങ്ങൾ പറയും. ഇപ്പം എൻ്റെ ടീനേജിൽ എന്നോട് പ്രണയം നടിച്ചായിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം ഉണ്ടായിരുന്നിരിക്കാം ചിലർക്ക്, അല്ലെങ്കിൽ പ്രണയ അഭ്യർത്ഥന നടത്തിയിരിക്കാം, അല്ലേ? അത് നമ്മളതിൽ വീണു പോയാൽ 50% കുറ്റം എൻ്റെയും കൂടെ അല്ലേ? അപ്പൊ ഈ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ മോഡേൺ ആയി എന്ന് പറഞ്ഞിട്ട് അസമയത്ത് നമ്മളൊരാളുടെ റൂമിലോട്ട് പോകാൻ, അസമയം എന്നൊരു വാക്ക് പറയരുതെന്നാണ്, സ്ത്രീക്ക് മാത്രമായിട്ടൊരു അസമയമില്ല. എങ്കിലും നമ്മൾ ഒരു കുറെ കാലമായിട്ട് പറഞ്ഞു വരുന്ന ഒരു വാക്കെന്നുള്ള നിലയ്ക്ക് ഒരാളിൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് നമ്മൾ പോകാൻ ധൈര്യം കാണിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു പക്ഷേ അയാളുടെ ഭാഗത്തു നിന്നും അരുതാത്തൊരു പെരുമാറ്റം ഉണ്ടായി പോയാൽ അവിടെ എനിക്ക് പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ധൈര്യമുണ്ടോ, അതൊക്കെ നമ്മളും കൂടെ കുറച്ച് ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പം ഒരു കമ്മിറ്റി ഉണ്ടായി, കുറേ കാര്യങ്ങളുണ്ടായി, സ്ത്രീകൾക്ക് ഇപ്പോൾ കാരവൻ സൗകര്യമുണ്ട്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ കൂടി വരികയാണ്. ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആർക്കും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല, പുരുഷന്മാർക്കും ഇല്ല, സ്ത്രീകൾക്കും ഇല്ല. പിന്നെ പുരുഷന്മാർ ഡ്രസ് ചേഞ്ച് ചെയ്തതിനെ കുറിച്ച് ആരും ബോധറായിരുന്നില്ല. അവരങ്ങോട്ടെങ്ങാനും മാറി കുറച്ച് ഒരു മാറിക്കോളും. സ്ത്രീകൾക്ക് അപ്പോഴും അവരുടെ ആവശ്യങ്ങളായിരുന്നു. ഇപ്പം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ പരാതികൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ സംസാരിക്കുമ്പം തെറ്റായ പരാതികൾ വെറുതെ പറയുന്ന സ്ത്രീകൾ ഒരു കൂട്ടത്തിലുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ അതിന്റെ ഒരു സത്യം എനിക്ക് ഈ തുറന്നു പറച്ചിലാണ് ചേച്ചിയുടെ മുഖം നോക്കാതെ പറയാനുള്ളൊരു ധൈര്യം ചേച്ചിക്ക് എന്നുണ്ട്. പലരും നമ്മൾ അപ്രിയമായിട്ടുള്ള സത്യങ്ങളല്ല പറയുന്നത്. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നടന്മാരെ കുറിച്ചും ഒരു പരാതിയും ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. കാരണം അവരൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള സഹകരണം അല്ലാതെ, ഞാൻ പലപ്പോഴും അവരുമായിട്ടല്ലേ കോമ്പിനേഷൻ,
മറ്റു ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറയുന്നത് അവരോടായിരുന്നു. എൻ്റെ കൂടെ അഭിനയിക്കുന്ന നടന്മാരോടായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഡയറക്ടർ ഇങ്ങനെ സംസാരിക്കുന്നു. അന്ന് ഡയറക്ടേഴ്സ് ഡോമിനേഷനുള്ള കാലത്താണ്. അപ്പോൾ ഡയറക്ടേഴ്സ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ചില ഡയറക്ടർമാരിൽ നിന്നായിരുന്നു, ഒരിക്കലും നടന്മാരിൽ നിന്നായിരുന്നില്ല. പലപ്പോഴും പരിഹരിക്കപ്പെടുന്നതും ഇങ്ങനെയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അവർ അതിൻ്റെ പേരിൽ നമ്മളെ ലൊക്കേഷനിലിട്ട് വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു. അത് വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അന്നും ഇന്നും അത്ര പേരേ ഉണ്ടാവും. പക്ഷെ പറയുമ്പം കോമൺ ആയിട്ട് പറയും.